സുഹൃത്ത് ബന്ധം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര തീവ്രമാണ് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അപ്പനും അമ്മയുമായുള്ള ബന്ധങ്ങൾ, നമ്മുടെ സ്വന്തം ബന്ധുക്കളായിട്ടുള്ള ബന്ധങ്ങൾ, എല്ലാവർക്കും ഒരു ഫീല് ഈ ബന്ധങ്ങളിൽ കിട്ടുന്നുണ്ടോ? ഞാനും എല്ലാ വീടുകളിലോട്ടും പോകാൻ എൻ്റെ പറ്റുന്ന പരിമിതിയിൽ വെച്ചിട്ട് സമയം കണ്ടെത്തിയാലും എനിക്ക് ആ ഒരു റെസ്പോൺസ് അവരിൽ നിന്ന് കിട്ടുന്നില്ല. അതെല്ലാവർക്കും, ഞാനൊരു മനുഷ്യനാണ്, എല്ലാവർക്കും നിരാശ ഉണ്ടാവും. ഇത് എൻ്റെ മാത്രം പ്രശ്നമാണോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ? ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നടന്നു പോകുന്നത് കാണാം, വണ്ടിയിൽ പോകുന്നത് കാണാം. അവരൊക്കെ മുഖത്തൊരു ആകാംക്ഷയും ഉത്കണ്ഠയൊക്കെ ഉണ്ട്. എന്തിനാണ് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ്, ഒരു ലക്ഷ്യമില്ലാത്ത പോലെ നമുക്കൊരു ഫീല് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സ്പീഡിൽ ജീവിക്കുകയാണ്. എന്തിനാണ്? രാവിലെ ആവുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും രാവിലെ ആവുന്നു. ഇപ്പോൾ ജപ്പാനിലൊക്കെ പറയുന്ന പോലെ ഹിക്കിക്കോ മോറി, അതായത് നമ്മളുടെ മുന്നിലേക്ക് ഭക്ഷണം വരും, TV ഉണ്ടാവും, മൊബൈൽ ഉണ്ടാവും. ആ ഒരു പ്ലേസിൽ നിന്ന് എഴുന്നേക്ക പോലും ചെയ്യാതെ ജീവിക്കുന്ന മനുഷ്യർ ജപ്പാനിലുണ്ടെന്ന് പറയണം. അതിന് ഹിക്കിക്കോ മോറി എന്ന് പറയും. അപ്പോൾ ആ ഹിക്കിക്കോ മോറി ആണോ ഈ പ്രോബ്ലം? അതിവിടെയും വരൂ. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ബന്ധങ്ങളെക്കുറിച്ചുള്ള ബന്ധങ്ങൾ എന്നുള്ളൊരു വിഷയമാണ്. നമ്മൾ സമൂഹത്തിൽ ഇന്ന് കണ്ടുപോകുന്ന പല കാര്യങ്ങളും, നമ്മുടെ ചുറ്റുപാടും കണ്ടുപോകുന്ന പല കാര്യങ്ങളും നിങ്ങളെല്ലാവർക്കും ഉണ്ടാവും ഈ ഒരു ചിന്ത എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പഴയതുപോലെ പഴയ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്ന അതായത് ഇപ്പോൾ എൻ്റെ പ്രായത്തിലോ അല്ലെങ്കിൽ എന്നെക്കാളും പ്രായം കൂടിയ ആളുകളോ കണ്ടിരുന്ന ബന്ധങ്ങൾക്കുള്ള തീവ്രത ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടോ? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ബന്ധങ്ങളുടെ തീവ്രതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള ബന്ധങ്ങൾ നമ്മൾ നോക്കാം. നമ്മളുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര തീവ്രമാണ് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, അപ്പനും അമ്മയുമായുള്ള ബന്ധങ്ങൾ, നമ്മുടെ സ്വന്തം ബന്ധുക്കളായിട്ടുള്ള ബന്ധങ്ങൾ, എല്ലാവർക്കും ഒരു ഫീല് ഈ ബന്ധങ്ങളിൽ കിട്ടുന്നുണ്ടോ? ഇതൊരു ചോദ്യമാണ്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചില ബന്ധങ്ങൾ ഇപ്പോൾ നമ്മുടെ ആണെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ എവിടെ ചെന്നാലും നമ്മൾ കാണുമ്പോൾ നമുക്ക് വേദന ഉണ്ടാക്കാറുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണോ, അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? ജീവിതം ഒരുപാട് ഫാസ്റ്റ് ആയതിൻ്റെ ഒരു പ്രശ്നമാണോ? ഇതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ബന്ധങ്ങളിലെ തീവ്രത എന്തുകൊണ്ട് കുറഞ്ഞു? ബന്ധങ്ങളുടെ തീവ്രത കുറയാനായിട്ട് പല കാരണങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളൊരു വിവാഹത്തിനോ ഒരു പ്രോഗ്രാമിനോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടാവും, നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, അതിൽ വരുന്ന ആളുകൾ ഇപ്പോൾ വിവാഹമാണെങ്കിൽ ആ വധൂവരന്മാരെ പോലും കാണാതെ ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് പോകുന്ന, ഞാൻ വന്നു എന്ന് ഒരു അറ്റൻഡൻസ് വെച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് അതായത് വാനിഷ് ആവുക എന്ന് പറയും, അതായത് എന്താ പറയുക, മാഞ്ഞു പോവുക, അതുപോലെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാത്തിൻ്റെയും കാരണം എന്താണ്? അവർക്ക് ജീവിതത്തിൽ പ്രയോറിറ്റി അല്ലാത്തത് കൊണ്ടായിരിക്കാം. എനിക്ക് തോന്നിയ ഒരു കാര്യം, എപ്പോഴും ഈ ബന്ധങ്ങളിലെ തീവ്രത കുറഞ്ഞത് പ്രയോറിറ്റി അല്ലാത്തത് കൊണ്ടായിരിക്കാം. അതൊരു കാരണമായിരിക്കാം. പിന്നെ ജീവിതത്തിൻ്റെ സ്പീഡ്, എല്ലാവരും തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കിൽ ഓടുമ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ തിരക്കുള്ള ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹൈവേയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സിറ്റിക്കകത്ത് പോയിട്ട് ഒന്ന് പുറത്തേക്ക് നോക്കൂ. ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര അല്ലെങ്കിൽ വളരെ വേഗത്തിൽ നടന്നു പോകുന്നത് കാണാം, വണ്ടിയിൽ പോകുന്നത് കാണാം. അവരൊക്കെ മുഖത്തൊരു ആകാംക്ഷയും ഉത്കണ്ഠയൊക്കെ ഉണ്ട്. എന്തിനാണ് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ്, ഒരു ലക്ഷ്യമില്ലാത്ത പോലെ നമുക്കൊരു ഫീല് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ സ്പീഡിൽ ജീവിക്കുകയാണ്. എന്തിനാണ്? രാവിലെ ആവുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും രാവിലെ ആവുന്നു. ഈ ഒരു ജീവിത സാഹചര്യങ്ങൾ, അപ്പുറമുള്ള തൊട്ടടുത്തുള്ള അയൽവക്കക്കാരനെ അയാളോട് സംസാരിക്കാൻ സമയമില്ല, ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ സമയമില്ല, മക്കളോട് സംസാരിക്കാൻ സമയമില്ല. നമ്മളിപ്പോൾ ഈ അടുത്തിടയ്ക്ക് കണ്ട കാര്യങ്ങൾ, നമ്മൾ കോളേജിൽ റാഗിങ് നടന്നു. ഒരുപാട് ഇതുപോലുള്ള കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം, ക്രൂരമായ പെരുമാറ്റങ്ങൾ നമ്മൾ കാണുന്നു. എന്തുകൊണ്ടായിരിക്കും? ഈ കുട്ടികൾ നാളെ പുറത്തേക്ക് വലിയ ഇപ്പം 4-5 കുട്ടികൾ അതിനകത്ത് ശിക്ഷിക്കപ്പെട്ടു. ആ കുട്ടികൾ നാളെ പുറത്തേക്ക് വലിയ മനുഷ്യരായി അല്ലെങ്കിൽ ആണുങ്ങളായി, ആമ്പിള്ളേരാണല്ലോ, ആണുങ്ങളായി വരേണ്ടവരാണ്. അവർ നാളെ എന്തൊക്കെയായിരിക്കും സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്? അവർ നാളെ ആണുങ്ങളായി വരണം. അവർ നാളെ ഒരു ഭർത്താവും അല്ലെങ്കിൽ ഒരു പിതാവും ഒക്കെ ആവുമ്പോൾ എന്തായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പോകുന്നത്? അവരെന്തുകൊണ്ട് ഇങ്ങനെയായി? അവരെ ഗൈഡ് ചെയ്യാൻ നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ലേ?
അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നല്ല അധ്യാപകരുണ്ടായിരുന്നില്ലേ? ഇന്ന് വിദ്യാഭ്യാസ രീതി മാറ്റേണ്ടതുണ്ടോ? അവർക്ക് സ്നേഹം കൊടുക്കാൻ മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ലേ? അവരെ ഗൈഡ് ചെയ്യാൻ മാതാപിതാക്കൾ ഉണ്ടായിരുന്നില്ലേ? അവർക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ലേ? ഇതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ ബന്ധുക്കൾക്കൊന്നും നമ്മുടെ ബന്ധു വീടുകൾ നിങ്ങളെല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ബന്ധുക്കൾക്കൊന്നും എൻ്റെ വീട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ എന്നെ കാണാനോ എന്നെ വിളിക്കാനോ ഒന്നും താല്പര്യമില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണോ അതോ എനിക്ക് മാത്രം തോന്നുന്ന കാര്യമാണോ? ഞാൻ എല്ലാ വീടുകളിലോട്ടും പോകാൻ എൻ്റെ പറ്റുന്ന പരിമിതിയിൽ വെച്ചിട്ട് സമയം കണ്ടെത്തിയാലും എനിക്ക് ആ ഒരു റെസ്പോൺസ് അവരിൽ നിന്ന് കിട്ടുന്നില്ല. അതെല്ലാവർക്കും, ഞാനൊരു മനുഷ്യനാണ്, എല്ലാവർക്കും നിരാശ ഉണ്ടാവും. ഇത് എൻ്റെ മാത്രം പ്രശ്നമാണോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ? അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് എന്തുകൊണ്ടായിരിക്കും? അവർ തിരക്ക് ആയതുകൊണ്ടാണോ? നമ്മൾ പ്രയോറിറ്റി അല്ലാത്തതുകൊണ്ടാണോ? എന്തായിരിക്കും സംഭവിച്ചേക്കുന്നത്? ബന്ധങ്ങളൊന്നും വേണ്ട എന്ന് ആഗ്രഹിക്കുകയാണോ? നിങ്ങളൊന്ന് ഓരോ മനുഷ്യരിലേക്കും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും, എല്ലാവരും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. പല പല കാരണങ്ങളായിരിക്കാം. ഈ ജീവിതത്തിൻ്റെ സ്പീഡാണ് അതിനൊരു കാരണമെന്ന് ഒരുപാട് പേര് പറയുന്നു. അത് തന്നെയാണോ? അതോ കുടുംബങ്ങളിൽ എന്താ പറയുക, മൈക്രോ ഫാമിലീസ് കാരണം പുറത്തോട്ടുള്ള കണക്ഷൻസ് എല്ലാം വിട്ടുപോയോ? ഇപ്പം ജപ്പാനിലൊക്കെ പറയുന്ന പോലെ ഹിക്കിക്കോ മോറി, അതായത് നമ്മളുടെ മുന്നിലേക്ക് ഭക്ഷണം വരും, TV ഉണ്ടാവും, മൊബൈൽ ഉണ്ടാവും. ആ ഒരു പ്ലേസിൽ നിന്ന് എഴുന്നേക്ക പോലും ചെയ്യാതെ ജീവിക്കുന്ന മനുഷ്യർ ജപ്പാനിലുണ്ടെന്ന് പറയണം. അതിന് ഹിക്കിക്കോ മോറി എന്ന് പറയും. അപ്പോൾ ആ ഹിക്കിക്കോ മോറി ആണോ ഈ പ്രോബ്ലം? അതിവിടെയും വരൂ. അപ്പോൾ ഇതൊക്കെ ഒരു സംശയമാണ്. അപ്പോൾ അതുപോലെ സ്ത്രീകളുടെ ജീവിതത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും സ്ട്രെസ്ഡാണ്. പണ്ട് കാലത്ത് സ്ത്രീകൾ ജോലിക്ക് പോകുന്നില്ല, പുരുഷന്മാർ ജോലിക്ക് പോകുന്നു. അവർ ജോലി ചെയ്ത് കാര്യങ്ങളും മറ്റുള്ള കുടുംബം എല്ലാം അവർ പോറ്റുന്നു. സ്ത്രീകൾ മക്കളെ വളർത്തുന്നു, വീട് കുടുംബം നോക്കുന്നു, മക്കളെ നോക്കുന്നു. ഇങ്ങനെയായിരുന്നു ഒരു സിസ്റ്റം. അതിന് മുന്നുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതാണ് ഞാൻ കണ്ട സിസ്റ്റം എൻ്റെ പഴയ കാലഘട്ടത്തിൽ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. പുരുഷനും സ്ത്രീയും ഒരുപോലെ ജോലിക്ക് പോകുന്നു. കാരണം സമത്വവും മറ്റുള്ള കാര്യങ്ങളും സ്വപ്നങ്ങളും, അതായത് രണ്ടുപേരും ജോലി ചെയ്താലേ കുടുംബത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സ്വപ്നങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഈ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ജോലിക്ക് 25,000 രൂപ സാലറിയിൽ ജോലിക്ക് പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ 30,000 രൂപ സാലറിക്ക് ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ഒരു 60,000 രൂപയുടെ കടമുണ്ടാവും. അപ്പോൾ അത് വീട്ടാൻ വേണ്ടി, ഇപ്പോൾ വീട്ടിൽ ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും ജോലിക്ക് പോയി ഇത് വീട്ടാൻ വേണ്ടിയുള്ളൊരു ഓട്ടമാണ് കാണുന്നത്. അപ്പോൾ ഈ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇവർ തമ്മിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. പല പല പ്രശ്നങ്ങൾ. സ്ത്രീകൾക്ക് അവർക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. അവർക്ക് വീട്ടിലെ കാര്യവും ചെയ്യണം. വീട്ടിലെ ജോലി തന്നെ ഒരു വലിയ ജോലിയാണ്. ആ ജോലിയും ചെയ്യണം. ഇപ്പോൾ ജോലിക്ക് പോകുന്ന സ്ഥലത്തുള്ള ജോലി ചെയ്യണം, കുട്ടികളെ നോക്കണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളോട് വന്നിട്ട് അവർ സ്ട്രെസ്ഡ് ആവുന്നു. അപ്പോൾ ഈ ബന്ധങ്ങളിൽ ഈ ഒരു ജീവിതത്തിൻ്റെ സ്പീഡാണോ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാൻ കാരണം? ഇതെല്ലാം നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ കണ്ടിട്ട് എല്ലാവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വളരെ വേദനയോടുകൂടി സംസാരിക്കുന്ന ഒരു വിഷയമാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, എത്ര സമയം കുറവാണെന്നായിരിക്കും എല്ലാവരും പറയാൻ പോകുന്ന വേറൊരു കാര്യം. എത്ര സമയം കുറവാണെങ്കിലും ആ ഉള്ള സമയം, അതായത് ക്വാളിറ്റി ടൈം, ആ ഉള്ള സമയം ഉപയോഗിക്കാൻ ആളുകൾക്ക് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയില്ല, അല്ലേ? എല്ലാവരും ചെയ്യുന്ന കാര്യം. ഇപ്പോൾ വേറൊരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നിയത്, ഇപ്പോൾ നമുക്കൊരു സമയം കിട്ടിയ, ഒരു ഞായറാഴ്ച കിട്ടിയ, എല്ലാവരും ഏതെങ്കിലും ഒരു മാളിലേക്കോ ഒരു സിനിമയ്ക്കോ പോകുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുന്നു, കറങ്ങുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും അതിരാവിലെ ജോലിക്ക് പോകുന്നു. അതുമാത്രമാണോ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നത്? ആ കറങ്ങാനും, ഇപ്പം ഞാൻ എൻ്റെ തന്നെ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ കണ്ടിട്ടുണ്ട്, പുറം രാജ്യങ്ങളിൽ നിന്ന് അവരിവിടെ നാട്ടിൽ വന്നിട്ട്, അവർ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ബന്ധുക്കളുടെ വീട്ടിൽ പോലും പോകുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ വയ്ക്കുമെന്നല്ലാതെ ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നുണ്ടാവില്ല. പകരം അവരെന്ത് ചെയ്യും? അവർ ഈ നാട് മൊത്തം കറങ്ങും, പക്ഷേ ബന്ധുക്കളുടെ വീടുകളൊന്നും വിസിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഇതെന്താണ് ഇതിന് കാരണം? ഈ കറക്കം മാത്രമാണോ നമുക്ക് സന്തോഷം തരുന്നത്? എന്താണ് ലോകത്തിന് സംഭവിച്ചേക്കുന്നത്? എന്താണ് മനുഷ്യർക്ക് സംഭവിച്ചേക്കുന്നത്? നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ സബ്ജക്റ്റ് ഞാൻ വീണ്ടും പറയുകയാണ്, ഞാൻ വളരെ വേദനയോടുകൂടി സംസാരിക്കുന്നൊരു കാര്യമാണ്. ഇത് എന്താ പറയുക, നമ്മുടെ സമൂഹത്തെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഒരുപാട്
സൈക്കോളജി പഠിച്ച വിദ്യാർത്ഥികൾ നമ്മുടെ ലോകത്ത് ഇനിയും വരും. സൈക്കോളജി പഠിക്കുന്നവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ടാവും, ഒരുപാട് കൗൺസിലേഴ്സ് വരും. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഈ ലോകത്ത് ജീവിക്കേണ്ടി വരും. ഇതെല്ലാത്തിനും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ്.